ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 6:63 നമ്മളത് വായിക്കും. നമുക്ക് തുടർന്നുള്ള സമയങ്ങളിൽ വചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ വചനം ഇന്ന് നമ്മുമായി പങ്കുവെക്കുന്നത് ബഹുമാനപ്പെട്ട റാബ്സൺ പീറ്റർ OCD അച്ഛനാണ്. അച്ഛനെ നിങ്ങൾക്കേറെ സുപരിചിതനാണ്. ശലോം TV-യിലൂടെയും വചനവേദികളിലൂടെയൊക്കെ നിങ്ങൾക്കേറെ അച്ഛൻ സുപരിചിതനാണ്. കണ്ണൂർ എടൂരിലുള്ള ആവില സദൻ റിട്രീറ്റ് സെൻറ്ററിൻ്റെ ഡയറക്ടർ കൂടിയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. കരങ്ങളടിച്ച് ഏറെ സ്നേഹത്തോടെ റാബ്സനെ ഈ വേദിയിലേക്ക് നമ്മൾ ക്ഷണിക്കാം. പ്രിയപ്പെട്ടവരെ, 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 11-ാമത്തെ തിരുവചനം: കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ, നിരന്തരം അവിടുത്തെ മുഖം തേടുവിൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ വചനം ഒന്ന് പറഞ്ഞു പഠിക്കാം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം: കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ, നിരന്തരം അവിടുത്തെ മുഖം അന്വേഷിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലുള്ളത് പഴയ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ അതിൽ അവിടുത്തെ സാന്നിധ്യം അന്വേഷിക്കുവിൻ എന്നാണ്. പക്ഷെ പുതിയ ട്രാൻസ്ലേഷനിൽ POCയുടെ പുതിയ വിവർത്തനത്തിൽ മുഖം അന്വേഷിക്കുവിൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മോട് പറയുന്നൊരു കാര്യമാണ്, നിരന്തരം അവിടുത്തെ മുഖം അന്വേഷിക്കുവിൻ. അതിന് സമാനമായ മറ്റൊരു വചനമാണ് സങ്കീർത്തനങ്ങൾ 105:4. പറഞ്ഞേ, സങ്കീർത്തനങ്ങൾ 105:4. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം: കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ മുഖം തേടുവിൻ. നിരന്തരം അവിടുത്തെ മുഖം തേടുവിൻ. ഇപ്പോൾ വചനം നമ്മളോട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവിൻ എന്ന്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങൾ 27:8-9 തിരുവചനങ്ങളിലൂടെ നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 27:8-9 തിരുവചനങ്ങൾ: എൻ്റെ മുഖം തേടുവിനെന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം: എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ് എന്ത്? അവിടുത്തെ മുഖം തേടുക എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ മുഖം തേടുക എന്ന് പറയുന്നത്, ഈശോയുടെ മുഖം തേടുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അച്ഛൻ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിൽ ഈ ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഈശോയുടെ തിരുമുഖത്തെക്കുറിച്ചാണ്, ഈ തിരുമുഖ ഭക്തിയെക്കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമതായിട്ട് അച്ഛന് പറയാനുള്ളത്, ഈ തിരുമുഖ ഭക്തി പ്രചരിപ്പിക്കപ്പെടണമെന്ന് ആരാ ആഗ്രഹിക്കുന്നത്? ഈശോയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വചനത്തിലൂടെ തന്നെ അവിടെ നിന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ മുഖം അന്വേഷിക്കുവിൻ. ഹല്ലേലൂയ. അതുമാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ വത്തിക്കാൻ അംഗീകരിച്ചിട്ടുള്ള ഒരേ ഒരു യൂക്കറിസ്റ്റിക് മിറക്കിളാണ് ഉള്ളത്. ഏതാണത്? ഈശോയുടെ തിരുമുഖത്തിൻ്റെ ആ അത്ഭുതമാണ് ഇന്ത്യയിൽ വത്തിക്കാൻ, അതായത് കത്തോലിക്ക സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള ഒരേ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം എന്ന് പറയുന്നത്
തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു വന്ന വിളക്കന്നൂരിലുള്ള അത്ഭുതമാണ്. എന്നാണത് സംഭവിച്ചത്? 2013 നവംബർ 15 സംഭവിച്ചത്. അതിനുശേഷം 12 വർഷത്തെ പഠനത്തിന് ശേഷം ഈ വർഷം 2025 മെയ് മാസം 31 ലിയോ 14 മാർപ്പാപ്പയാണ് അത് ഔദ്യോഗികമായി തിരുസഭയിലെ ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് പ്രഖ്യാപിച്ചത്. തിരുസഭയിൽ ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള 150ഓളം അത്ഭുതങ്ങളുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ 139 എന്ന ഒരു സംഖ്യ പറയാറുണ്ട്. കൃത്യമായി വത്തിക്കാൻ അതിൻ്റെ ലിസ്റ്റ് പ്രകാശിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് 139 എന്ന് പറയാം. അല്ലെങ്കിൽ 150ഓളം അത്ഭുതങ്ങളിൽ ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു അത്ഭുതം വിളക്കന്നൂരിലാണ്. അതുമാത്രമല്ല, 1330 അതായത് 695 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു വന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതം ജർമ്മനിയിലെ വാൾഡ്രം എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ചു. ഒരു വൈദികൻ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ അറിയാതെ കാസയിൽ തട്ടുകയും കാസയിൽ നിന്ന് തിരുരക്തം അവിടെ വിരിച്ചിട്ടുള്ള ഈ കാസ വെൽക്കുന്നതിന് വേണ്ടി വിരിച്ചിരുന്ന കോർപ്പറാലിൽ ആ വെള്ളത്തുണിയിൽ ഈ തിരുരക്തം ഇങ്ങനെ തെളിഞ്ഞു. തിരുരക്തം ഒഴുകിക്കഴിഞ്ഞപ്പോൾ ആ തുള്ളികൾ തെറിച്ചു വീണ് കഴിഞ്ഞപ്പോൾ ആ രക്തം ആ തുവാലയിൽ ഈശോയുടെ 12 രൂപങ്ങളായിട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൽ നടുക്ക് ഈശോ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ പൂർണ്ണമായ ഒരു ഇമേജും അതിന് ചുറ്റും 11 ഒരേപോലെയുള്ള മുഖങ്ങളുമാണ് അന്ന് തെളിഞ്ഞു വന്നത്. 1330 നടന്ന ഈ അത്ഭുതം 115 വർഷങ്ങൾക്ക് ശേഷമാണ്, അതായത് 1445 ഈ അത്ഭുതത്തെ ഔദ്യോഗികമായി തിരുസഭ ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് പ്രഖ്യാപിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ അതും ഒരു ദിവ്യകാരുണ്യ അത്ഭുതമാണ്, തിരുമുഖത്തിൻ്റെ ദിവ്യകാരുണ്യ അത്ഭുതമാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടച്ച ആ തുവാല 1849 ജനുവരി മാസം 6 റോമിൽ അത് പ്രദർശനത്തിന് വെച്ചു. പ്രദർശനത്തിന് വെച്ചിട്ട് 3-ാം ദിവസം ഈ തുവാലയിലുള്ള ഈശോയുടെ തിരുമുഖം ഇങ്ങനെ പ്രകാശിക്കാനായിട്ട് തുടങ്ങി. ജനുവരി 9 1849 ജനുവരി 9 അതുവരെ ഈ തുവാല ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിലും ആ തുവാലയിലുള്ള തിരുമുഖം അങ്ങനെ കാണാൻ പറ്റുന്ന വിധത്തിൽ തെളിഞ്ഞു വന്നിട്ടില്ലായിരുന്നു. ആ വർഷമാണ് അത് തെളിഞ്ഞു വന്നത്. അങ്ങനെ തിരുമുഖത്തിൻ്റെ പ്രധാനപ്പെട്ട 3 അത്ഭുതങ്ങൾ തിരുസഭയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഈ ഒരു ആമുഖത്തോടുകൂടെ അച്ഛൻ തിരുമുഖം എന്തിനു വേണ്ടിയാണ് ഈ തിരുമുഖ ഭക്തി ഉള്ളത്, തിരുമുഖം അന്വേഷിക്കുന്നത് എന്തിനാണ് എന്ന് ബൈബിൾ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. ഇങ്ങനെയാണ് പറയാറ്, നിങ്ങൾ കർത്താവിൻ്റെ കരമന്വേഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ കർത്താവിൻ്റെ മുഖമന്വേഷിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാണ് പ്രിയപ്പെട്ടവർ നമ്മൾ കർത്താവിൻ്റെ കരമന്വേഷിക്കുന്നത്? എനിക്ക് അനുഗ്രഹം വേണം, അല്ലേ? എന്നെ കർത്താച്ച ഒന്ന് ബ്ലെസ് ചെയ്യ്, എനിക്ക് അനുഗ്രഹം വേണം. കരമന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹം അന്വേഷിക്കുക എന്നാണ് അർത്ഥം. മുഖമന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അന്വേഷിക്കുന്നത്? ബന്ധമന്വേഷിക്കുക എന്നാണ് അർത്ഥം. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിനെന്ന്.
ഹല്ലേലൂയ. നിങ്ങൾ ആദ്യം രോഗസൗഖ്യവും അനുഗ്രഹവും അന്വേഷിക്കുവിനെന്നല്ല ഈശോ പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ തിരുവചനം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ദൈവവുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കുവിൻ. സീക്ക് ആൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ഹല്ലേലൂയ. അമ്മ ത്രേസ്യ പറയും, വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. കർത്താവ് മോളിൽ ചെല്ലുമ്പോൾ പരിശോധിക്കാൻ പോകുന്നത് നിനക്കെത്രമാത്രം അനുഗ്രഹം കിട്ടി എന്നല്ല, നിനക്കെത്രമാത്രം സമ്പത്ത് കിട്ടി എന്നല്ല, നിനക്കെത്രമാത്രം സൗന്ദര്യമുണ്ടായി എന്നല്ല, നീ എത്രമാത്രം ആരോഗ്യത്തോടുകൂടെ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നല്ല. ദൈവം പരിശോധിക്കാൻ പോകുന്നത് നീ എത്രമാത്രം ദൈവവുമായി ബന്ധത്തിൽ ജീവിച്ചു എന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ എൻ്റെ മുഖം അന്വേഷിക്കുവിൻ, ഞാനുമായിട്ടുള്ള ബന്ധം, സൗഹൃദം അന്വേഷിക്കുവിൻ എന്ന്. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിശാച് 2 കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കും. ഒന്ന്, ഈശോയെ അറിയാതിരിക്കാൻ വേണ്ടി നോക്കും, ആരും ഈശോയെ അറിയരുത്. രണ്ടാമതായി, പിശാച് അറിഞ്ഞവർക്ക് തടസ്സം നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? അറിഞ്ഞവര് ഈശോയുമായി നല്ല ബന്ധത്തിലായിരിക്കുന്നതിന് അവൻ തടസ്സം നിൽക്കും. നമ്മളൊക്കെ അറിഞ്ഞവരാണ്. അറിഞ്ഞവര് ഈശോയെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം അന്വേഷിക്കുന്ന ആളുകളാക്കി മാറ്റും. ഈശോയുമായിട്ടുള്ള ബന്ധമൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഈശോ തരുന്നത് മതി, ഈശോയെ വേണ്ട. ഹല്ലേലൂയ. അപ്പോൾ മുഖമന്വേഷിക്കുക, തിരുമുഖ ഭക്തി നമുക്ക് പറഞ്ഞു തരുന്നത് അനുഗ്രഹം അന്വേഷിക്കാനല്ല, ബന്ധത്തിലായിരിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലേ, നമ്മൾ ഒരാളുമായി ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എന്ത് കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ കോൾ ചെയ്യുന്നത്? മുഖം കാണാൻ വേണ്ടിയാണ്. കാരണം എന്താണ്? അത് ബന്ധമാണ്. പ്രിയപ്പെട്ടവരെ, മോശയുടെ ഒരു ബന്ധത്തെക്കുറിച്ച്, മോശയ്ക്ക് ദൈവവുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. എന്താണത്? പുറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട വചനമെന്ന് നമുക്ക് പറയാം. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചു. അപ്പോൾ മോശയ്ക്ക് കിട്ടിയൊരു വലിയ കൃപയാണ് കർത്താവിനെ മുഖാഭിമുഖം കണ്ടു എന്ന് പറയാനായിട്ടുള്ള ഒരു അഭിഷേകം. സ്നേഹിതനോടെന്നതുപോലെ ദൈവം മോശയോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ, തിരുമുഖം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ കൃപ, പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടുള്ള ഒരു ഡീപ്പർ റിലേഷൻഷിപ്പ് നമുക്ക് ലഭിക്കും. നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലുള്ളതിനെയല്ല അന്വേഷിക്കുന്നത്, നമ്മൾ കർത്താവിനെ തന്നെ അന്വേഷിക്കുകയാണ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, 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 ഈശോയേ. കർത്താവ് നമുക്ക് ബാഹ്യമായിട്ട് ഇനി അധികമായിട്ട് ഒന്നും തന്നില്ലെങ്കിലും, ഭൗതികമായി ഒന്നും തന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കർത്താവിനെ കിട്ടിയാൽ മതി എന്നൊരു മനോഭാവമാണ് തിരുമുഖ ഭക്തിയുടെ മനോഭാവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായി, കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ പാപങ്ങളുടെ ക്ഷമ ലഭിക്കും, സൗഖ്യം ലഭിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്നവർക്ക് എന്ത് ലഭിക്കും? അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, അവരുടെ രോഗങ്ങളിൽ നിന്ന് അവർക്ക് സൗഖ്യം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു വചനം ഭാഗം നമുക്ക് വായിക്കാം. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാമത്തെ തിരുവചനം ഇങ്ങനെയാണത്.
എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എൻ്റെ മുഖമന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാകുകയും ചെയ്യും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറയാം, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എൻ്റെ മുഖമന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശത്തെ സുഖപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മാസം റൂബൻ എന്ന് പറയുന്ന 5 വയസ്സുള്ളൊരു കുഞ്ഞ്, ഈ കുഞ്ഞിന് നോർസ് ഫൈറസ് എന്ന് പറയുന്ന ഒരു അപൂർവ രോഗമാണ്. നോർസ് ഫൈറസ് എന്ന് പറയുന്ന അപൂർവ രോഗം, ഈ രോഗമെന്ന് പറഞ്ഞാൽ തുടർച്ചയായി ദീർഘമായും ഉണ്ടാകുന്ന അപസ്മാരമാണ്. അപസ്മാരം വന്നാൽ അരമണിക്കൂർ നീണ്ടു നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ അതുപോലെ വീണ്ടും എപ്പിലെപ്സി അപസ്മാരം ഉണ്ടാവുകയാണ്. 5 വയസ്സുള്ള കുഞ്ഞ് UK-യിൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അവർ നാട്ടിൽ വന്നു. കണ്ണൂർ ഉള്ളൊരു ആശുപത്രിയിൽ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. കുഞ്ഞ് വെന്റിലേറ്ററിലാണ്. കുഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് അവർ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് ഫോണിൽ ബന്ധപ്പെട്ടിട്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ആവിലയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വ്യാഴാഴ്ചത്തെ ശുശ്രൂഷകളിൽ റൂബൻ എന്ന് പറയുന്ന 5 വയസ്സുള്ള കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മറ്റുള്ള ദിവസങ്ങളിലും ഈ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഡോക്ടർമാർ ഈ മാതാപിതാക്കളോട് പറഞ്ഞു, കുഞ്ഞിന് അതിജീവിക്കാൻ, ഈ രോഗത്തെ അതിജീവിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞ് മരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. കാരണം ഈ രോഗം വന്നാൽ 70% പേരും മരിക്കുകയാണ്. ഇനി ഈ രോഗത്തിൽ നിന്ന് റിക്കവറാകുന്ന 30% പേർ പിന്നെ ജീവിതകാലം മുഴുവൻ തളർന്നു കിടക്കുന്ന സാഹചര്യമാണ്. ഈ കുഞ്ഞിൻ്റെ സാഹചര്യത്തെ നോക്കിയിട്ട് ഡോക്ടർമാർ പറഞ്ഞു, കുഞ്ഞ് ഈ രോഗത്തെ അതിജീവിക്കുകയില്ല. അങ്ങനെ 17 ദിവസം കുഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അപ്പനെ തിരിച്ചറിയാൻ കഴിയാതെ, അമ്മയെ തിരിച്ചറിയാൻ കഴിയാതെ കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ അപസ്മാര രോഗം 17 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് ICUയിലേക്ക് മാറ്റി. 41 ദിവസം കുഞ്ഞ് ICUയിൽ. പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടങ്ങളിൽ ഈ കുഞ്ഞിനെ വെന്റിലേറ്ററിൽ കിടത്തിയിട്ട് ഈ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും 60ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് ആവിലായിൽ ധ്യാനകേന്ദ്രത്തിലെത്തി. അച്ഛനെ കണ്ടു പറഞ്ഞു, അച്ഛ, ഞങ്ങളുടെ കുഞ്ഞ് മരണത്തോട് മല്ലടിച്ച് കണ്ണൂരിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ അപ്പനും അമ്മയും ആ ആശുപത്രി വിട്ട് 10-60 കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരു പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുന്നൊരു സാഹചര്യം. അവിടെ കുഞ്ഞിന് ഏത് നിമിഷവും എന്തും സംഭവിക്കാം. നമ്മളാണെങ്കിൽ ആശുപത്രിയുടെ ആ വരാന്തയിൽ തന്നെ ഇങ്ങനെ കാത്തു നിൽക്കും. ഈ മാതാപിതാക്കൾ കർത്താവിൻ്റെ മുഖം അന്വേഷിച്ച് പള്ളിയിൽ വന്നു പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, കുഞ്ഞ് അത്ഭുതകരമായി സുഖപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ കുഞ്ഞിനെയും കൊണ്ടവർ പള്ളിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് മടങ്ങിപ്പോയി. കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ വൈദ്യശാസ്ത്രം മരിച്ചു എന്ന് പറഞ്ഞത്, തീർന്നു എന്ന് പറഞ്ഞത് കർത്താവ് ഇടപെടുകയും സുഖപ്പെടുത്തുകയും ചെയ്യും. മറ്റൊരു സാക്ഷ്യം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആവിലയിൽ പറഞ്ഞൊരു സാക്ഷ്യമാണ്. ഒരു സഹോദരി 37 ആഴ്ചകളായി
പ്രഗ്നൻ്റാണ്. 9 മാസം ഇതാ കഴിയാൻ പോകുന്നു. ഡെലിവറിക്ക് ഏതാനും ദിവസങ്ങൾ മുൻപ് മാത്രമുള്ളൊരു സ്കാനിങ്, 6 ദിവസം മുമ്പുള്ള സ്കാനിങ്. ഈ സ്കാനിങ്ങിൽ അവർ കണ്ടുപിടിക്കുകയാണ് കുഞ്ഞിന് ഒരു അസുഖമുണ്ട്. അതായത് കുഞ്ഞിൻ്റെ തല വളർന്നിട്ടില്ല. കുഞ്ഞിൻ്റെ തല വളർന്നിട്ടില്ല. അപ്പോൾ ഒരു ന്യൂറോളജിക്കൽ ഡിഫോമിറ്റി കുഞ്ഞിന് ഉണ്ടാകും. ആ രോഗത്തിൻ്റെ പേര് മൈക്രോസെഫാലി എന്ന് പറയുന്നൊരു രോഗമാണ്. ഇൻക്യൂറബിൾ ഡിസീസാണ്. ഇതിനൊരു ചികിത്സയുമില്ല. ഉദരത്തിൽ വെച്ചൊരു ചികിത്സയുമില്ല. കുഞ്ഞ് ജനിച്ചതിന് ശേഷവും മൈക്രോസെഫാലി എന്ന് പറയുന്ന ഈ രോഗത്തിന് ചികിത്സയില്ല. അപ്പോൾ കുഞ്ഞ് ജനിക്കുമ്പോൾ 100% തീർച്ചയാണ് അബ്നോർമലായിട്ടുള്ള ഒരു കുഞ്ഞായിരിക്കും ജനിക്കുന്നത്. ഇനി കുഞ്ഞ് ജനിക്കാൻ 6 ദിവസങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഡോക്ടർമാർ പറഞ്ഞു 5-ാം മാസത്തിലെ സ്കാനിങ്ങിൽ ഇത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നമുക്ക് അബോർട്ട് ചെയ്ത് കളയാമായിരുന്നു. ഇനി ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഓഗസ്റ്റ് 13-ാം തീയതിയാണ് ഈ റിപ്പോർട്ട് കിട്ടുന്നത്. 6 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 19-ാം തീയതിയാണ് കുഞ്ഞിൻ്റെ ഡെലിവറി ഉള്ളത്. ഈ 13-ാം തീയതി ഈ സഹോദരി അച്ഛനെ ഫോണിൽ വിളിച്ചു. അച്ഛൻ ഈ സഹോദരിക്ക് ഒരു പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു. നിലവിളിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. അച്ഛൻ പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യേ, കയ്യിലൊരു കൊന്ത പിടിച്ചിട്ട് ആ കൊന്ത ഉദരത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്ക്. ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ്. ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നുവെന്ന് 1000-ഓ 10,000-ഓ പ്രാവശ്യം മോള് പറഞ്ഞ് പ്രാർത്ഥിക്ക്. പ്രിയപ്പെട്ടവരെ, ആ മകള് ഒരു കൊന്ത കയ്യിൽ പിടിച്ചിട്ട് ഉദരത്തിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നുവെന്ന് പ്രാർത്ഥിച്ച് ഓഗസ്റ്റ് മാസം 19-ാം തീയതി ഈ സഹോദരിക്ക് കണ്ണൂർ ജില്ലയിൽ ഉരുപ്പുംകുറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ളൊരു മകളാണ്. ഈ സഹോദരിയുടെ കുഞ്ഞ് ജനിച്ചു. ഈ കുഞ്ഞിനെയുമായി ഡോക്ടർ ഈ മകളുടെ അടുത്തേക്ക് വരികയാണ്. ഈ അമ്മയ്ക്ക് കണ്ണ് തുറന്ന് നോക്കാൻ പേടിയാണ്. കാരണം തല ചെറുതായിട്ടുള്ള കുഞ്ഞ്, അബ്നോർമലായിട്ടുള്ള കുഞ്ഞ് ജനിക്കും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ അവളെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, നോർമലായിട്ടുള്ള കുഞ്ഞാണ്, ഈ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു വൈദ്യശാസ്ത്രത്തിനും വിശദീകരിക്കാൻ കഴിയാത്ത ഒരത്ഭുതമാണ് എങ്ങനെയാണ് ഉദരത്തിലുള്ള കുഞ്ഞിൻ്റെ ശിരസ് 6 ദിവസം കൊണ്ട് നോർമലായി മാറിയത്. കർത്താവിൻ്റെ മുഖമന്വേഷിച്ചു, അവിടുത്തെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചു, കുഞ്ഞിനെ അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറ്റൊരത്ഭുതം കൂടെ അച്ഛൻ പറയാം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ, ബെന്നി എന്ന് പറയുന്ന ഒരു സഹോദരൻ, കണ്ണൂർ ജില്ലയിലെ ചുങ്കക്കുന്നെന്ന് പറയുന്നൊരു സ്ഥലത്ത് പാമ്പ് കടിച്ച് വളരെ ക്രിട്ടിക്കലായി, കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചു. അവർ ഡയാലിസിസ് തുടങ്ങി. 7 ഡയാലിസിസ് കഴിഞ്ഞു. ശരീരത്തിൽ നീര് വന്നിരിക്കുന്നു. കഴുത്തിൽ ഡയാലിസിസ് ചെയ്യാൻ ട്യൂബ് ഇട്ടിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ പ്രാർത്ഥിക്കാൻ അവരുടെ കുടുംബാംഗങ്ങൾ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ആംബുലൻസിലാണെങ്കിലും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക്, ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ഈ 50ഓളം വയസ്സുള്ള ഈ ബെന്നി എന്ന് പറയുന്ന സഹോദരനെ നിങ്ങൾ കൊണ്ടുപോവാ. അങ്ങനെ അവർ ഈ സഹോദരനെ കഴുത്തിൽ ട്യൂബൊക്കെ ഇട്ട് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നപ്പോൾ ആവിലയിൽ എല്ലാ ദിവസവും രാത്രി 8:30 മുതൽ യേശുനാമ ജപമുണ്ട്. 9 മണിക്ക് ശുഭരാത്രി വചന ശുശ്രൂഷയുണ്ട്. 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നൊരു ശുശ്രൂഷയാണ്. അച്ഛൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ വലതുകരം നീട്ടി ഈ ബെന്നി എന്ന് പറയുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെല്ലാവരും കരം നീട്ടി ഈശോയെന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ആ 21 പ്രാവശ്യം ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ സഹോദരൻ്റെ ശരീരത്തിൽ നീര് ഇല്ലാതെയായി. കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. അതിനുശേഷം
9 മാസം ഡയാലിസിസ് ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. പിറ്റേ ദിവസം ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഡയാലിസിസ് ചെയ്യണ്ട, കിഡ്നി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് കഴുത്തിൽ നിന്ന് ട്യൂബൊക്കെ എടുത്തു മാറ്റി കഴിഞ്ഞ ദിവസം ആവിലയിൽ വന്ന് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു, അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു വരുന്നത്, മനുഷ്യൻ അസാധ്യമായത് നമ്മൾ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ, കർത്താവിൻ്റെ മുഖം തേടുമ്പോൾ, നമ്മെ തന്നെ എളിമപ്പെടുത്തി പാപമുപേക്ഷിച്ച് നമ്മൾ കർത്താവിൻ്റെ മുഖം തേടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ രാത്രി അത്ഭുതങ്ങൾ പെയ്തിറങ്ങുന്ന ഒരു രാത്രിയായി മാറും. നമ്മൾ ശാലോമിൻ്റെ നൈറ്റ് വിജിലിനെ കുറിച്ച് ആരംഭകാലം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത്ഭുതങ്ങൾ പെയ്തിറങ്ങുന്ന രാത്രി എന്ന്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു സഹോദരി ഇരിക്കുന്നുണ്ട്. 25 വർഷങ്ങൾക്ക് മുമ്പ് ആ സഹോദരി നൈറ്റ് വിജിലിലേക്ക് ഒരു നിയോഗം എഴുതി അയച്ചു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങളായി എനിക്ക് സന്താന സൗഭാഗ്യം ലഭിച്ചിട്ടില്ല. നൈറ്റ് വിജിലിലേക്ക്, ശാലോമിലേക്ക് ഒരു നിയോഗം എഴുതി അയക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നു എന്നാണ് അർത്ഥം. ആ വർഷം തന്നെ ആ സഹോദരിയെ കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ആ രണ്ടുപേരും, ആ കുടുംബം രണ്ടുപേരും, ബിന്നിച്ചേട്ടനും സോളിച്ചേച്ചിയും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ ഇതാണ് അത്ഭുതം. നിന്റെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ ബന്ധം തരുമെന്ന് മാത്രമല്ല, നിനക്ക് അവിടുന്ന് അനുഗ്രഹവും തരും. അവിടുത്തെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുമ്പോൾ കർത്താവ് നിനക്ക് ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കുമെന്നതാണ്. മൂന്നാമതായി, കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്നവർക്ക് ദൈവം മാർഗനിർദ്ദേശങ്ങൾ നൽകും. ഹല്ലേലൂയ. കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്നവർക്ക് മാർഗനിർദ്ദേശം ലഭിക്കും. നീ ഏതു വഴിക്കാണ് പോകേണ്ടത്, നീ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നിന്റെ ജീവിതത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് ജോലിക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് രാജ്യത്തേക്കാണ് നീ പോകേണ്ടത്, നാട്ടിൽ നിൽക്കണോ വിദേശത്ത് പോകണോ, കർത്താവ് നിനക്ക് മാർഗനിർദ്ദേശം തരും. സങ്കീർത്തനങ്ങൾ 119 135 തിരുവചനം. സങ്കീർത്തനങ്ങൾ 119 135 തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ, അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ, അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ, അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുഖപ്രകാശം, കർത്താവിൻ്റെ തിരുമുഖം നമ്മുടെ മേൽ പതിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിയേണ്ടത്? ദൈവം നമ്മെ പഠിപ്പിക്കും. നമുക്ക് സുപരിചിതമായൊരു വചനഭാഗമുണ്ടല്ലോ, യെശയ്യാ 30:20. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. അതായത് നിന്റെ ഗുരുവിൻ്റെ മുഖം നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിൻ്റെ മുഖത്തെ ദർശിക്കും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിറകിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ഗുരുവിൻ്റെ മുഖം ദർശിക്കുന്നത് വെറുതെയല്ല. ആ മുഖത്തിൽ നിന്നൊരു സ്വരം നമ്മോട് സംസാരിക്കും. സംസാരിക്കുന്നവൻ്റെ മുഖത്തേക്കാണ് നമ്മൾ നോക്കുന്നത്. അവൻ നമ്മോട് പറയും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നാലാമതായി കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്നവർ പ്രകാശിതരായി മാറും എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്നവർക്ക് കർത്താവിൻ്റെ മുഖത്തിൻ്റെ മഹത്വം ലഭിക്കും. വചനം ഇങ്ങനെയാണ്, സങ്കീർത്തനങ്ങൾ 34, 4, 5 തിരുവചനങ്ങൾ. സങ്കീർത്തനങ്ങൾ 34, 4, 5. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. തുടർന്ന് നമ്മൾ വായിക്കുകയാണ്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. നമ്മൾ ലജ്ജിതരാകാതിരിക്കാൻ എന്തു വേണം? കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം, കർത്താവിൻ്റെ മുഖം അന്വേഷിക്കണം. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 4:6 നമ്മൾ വായിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 4:6. കർത്താവേ, അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ. എന്താണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവേ, അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, അഞ്ചാമതായി കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നു എന്നതാണ്. കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നു. സങ്കീർത്തനങ്ങൾ 80 3-ാമത്തെ തിരുവചനം. 80-ാം സങ്കീർത്തനം 3-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷ പ്രാപിക്കുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്? കർത്താവിൻ്റെ മുഖം പ്രകാശിക്കുമ്പോഴാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. അപ്പോൾ അച്ഛൻ ഈ പ്രഭാഷണത്തിൻ്റെ ഈ ആരംഭ ഭാഗത്ത് പറയാൻ ആഗ്രഹിച്ചത്, തിരുവചനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്ന തിരുമുഖ ഭക്തിയെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനത്തിൽ ദൈവത്തിൻ്റെ തിരുമുഖത്തിൻ്റെ 9 ഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈശോയുടെ തിരുമുഖത്തെക്കുറിച്ച്, ഈശോയുടെ തിരുമുഖത്തിൻ്റെ 9 ഭാവങ്ങളിൽ ഒന്നാമത്തെ തിരുമുഖം എന്ന് പറയുന്നത് ദ പ്രോമിസ്ഡ് ഫേസ് ഓഫ് ജീസസ് എന്നാണ്. ഈശോയുടെ തിരുമുഖം, വാഗ്ദാനം ചെയ്യപ്പെട്ട തിരുമുഖം. ഹല്ലേലൂയ. ഈശോയുടെ തിരുമുഖം എന്ന് പറയുന്നത് പ്രവാചകന്മാരിലൂടെ ദൈവം വാഗ്ദാനം ചെയ്ത തിരുമുഖമാണ്. രണ്ടാമതായി ഈശോയുടെ തിരുമുഖം, പ്രിയപ്പെട്ടവരെ, മനുഷ്യാവതാരം ചെയ്ത, വചനം മാംസമായി തീർന്ന തിരുമുഖമാണ്. മൂന്നാമതായി ഈശോയുടെ തിരുമുഖം എന്ന് പറയുന്നത് ആ കാലിത്തൊഴുത്തിലെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയുള്ള തിരുമുഖമാണ്. നാലാമതായി ഈശോയുടെ തിരുമുഖം, ദ ലൂമിനസ് ഫേസ്, രൂപാന്തരപ്പെട്ട പ്രകാശപൂർണമായ സൂര്യൻ്റെ ശോഭയെ വെല്ലുന്ന തിരുമുഖമാണ്.
അഞ്ചാമതായി ഈശോയുടെ തിരുമുഖം പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയ ആ സോറോഫുൾ ഫേസ് ഓഫ് ജീസസ്, സഹിക്കുന്നവൻ്റെ തിരുമുഖമാണ്. ആറാമതായി ഈശോയുടെ തിരുമുഖം പ്രിയപ്പെട്ടവരെ ഉയർത്തെഴുന്നേറ്റവൻ്റെ ദ ഗ്ലോറിയസ് ഫേസ്, മഹത്വമുള്ള തിരുമുഖമാണ്. ഏഴാമതായി ഈശോയുടെ തിരുമുഖം ആ ദിവ്യകാരുണ്യ തിരുമുഖമാണ്, അപ്പമായി മാറിയവൻ്റെ തിരുമുഖമാണ്. എട്ടാമതായി ഈശോയുടെ തിരുമുഖം പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവൻ്റെ തിരുമുഖമാണ്, ദ ബെയാറ്റിഫിക് ഫേസ് ഓഫ് ജീസസ്. ഒൻപതാമതായി ഈശോയുടെ തിരുമുഖം ആ കരുണയുള്ളവൻ്റെ, നമ്മളെല്ലാവരും വെനറേറ്റ് ചെയ്യുന്ന ദ വെനറേറ്റഡ് ഫേസ് ഓഫ് ജീസസ് ആണ്. കയ്യടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ തിരുമുഖം, ദൈവത്തിൻ്റെ തിരുമുഖം നമ്മൾ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ വാഗ്ദാനം ചെയ്യപ്പെട്ടവൻ്റെ തിരുമുഖമാണ് അന്വേഷിക്കുന്നത്. മനുഷ്യാവതാരം ചെയ്തവൻ്റെ തിരുമുഖമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. സന്തോഷത്തിൻ്റെ പൂർണ്ണതയുള്ളവൻ്റെ തിരുമുഖമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പ്രകാശപൂർണനായവൻ്റെ തിരുമുഖമാണ്, സഹിക്കുന്നവൻ്റെ തിരുമുഖമാണ്, ഉദ്ധാനം ചെയ്തവൻ്റെ തിരുമുഖമാണ്, സ്വർഗാരോഹണം ചെയ്തവൻ്റെ തിരുമുഖമാണ്, ദിവ്യകാരുണ്യമായി മാറിയവൻ്റെ തിരുമുഖമാണ്. പ്രിയപ്പെട്ടവരെ, കരുണാമയൻ്റെ തിരുമുഖമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭക്തി വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് ഈശോ വെളിപ്പെടുത്തി കൊടുത്തതുപോലെ, വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിനെ തിരുഹൃദയ ഭക്തിയുടെ മധ്യസ്ഥയായി ഈശോ തെരഞ്ഞെടുത്തതുപോലെ ഒരു കർമ്മലീത്ത സന്യാസിനിയെ ദൈവം തിരുമുഖ ഭക്തിയുടെ പ്രചാരകയായി തെരഞ്ഞെടുത്തു. ആ സിസ്റ്ററിൻ്റെ പേര് വിശുദ്ധ പത്രോസിൻ്റെ സിസ്റ്റർ മേരി എന്നാണ്. ഫ്രാൻസിലെ ടൂർസ് എന്ന് പറയുന്ന നഗരത്തിൽ ആവിലായിലെ അമ്മ ത്രേസ്യ സ്ഥാപിച്ച നിഷ്പാതുക കർമ്മലീത്ത സഭയിലെ ഒരു കന്യാസ്ത്രീയായിരുന്നു ഈ സിസ്റ്റർ. ഈ സിസ്റ്ററിന് 1844 മുതൽ 1847 വരെയുള്ള വർഷങ്ങളിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടു. ഈശോ അവളോട് സംസാരിച്ചിട്ട് തിരുമുഖ ഭക്തിയെക്കുറിച്ച് അവളോട് പറഞ്ഞു കൊടുത്തു. അവളോട് പറഞ്ഞു, തിരുമുഖ ഭക്തി 3 പ്രധാനപ്പെട്ട പാപങ്ങൾക്ക് പരിഹാരമായി പ്രചരിപ്പിക്കണം എന്ന് വിശുദ്ധ പത്രോസിൻ്റെ ഈ സിസ്റ്റർ മേരിക്ക് ഈശോ പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ 3 പാപങ്ങൾ? ആദ്യത്തെ 3 കൽപ്പനകളുടെ ലംഘനങ്ങൾക്ക് പരിഹാരമായിട്ടാണ് തിരുമുഖ ഭക്തി നമ്മൾ ആചരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. തിരുമുഖ ഭക്തിയുടെ ഈശോ ആഗ്രഹിച്ച ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്നാമതായി 1-ാം പ്രമാണത്തിൻ്റെ ലംഘനം. എന്താണ് 1-ാം പ്രമാണത്തിൻ്റെ ലംഘനം? ദൈവനിഷേധം. നമുക്കറിയാം 1-ാം പ്രമാണം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ആ കൽപ്പനയുടെ ലംഘനം എന്ന് പറഞ്ഞാൽ ദൈവനിഷേധമാണ്. എങ്ങനെയാണ് ദൈവത്തെ നിഷേധിക്കുന്നത്? ചില ആളുകൾക്ക് ദൈവത്തെക്കാൾ പ്രധാനപ്പെട്ടത് അവരുടെ ജോലിയാണ്. ചില ആളുകൾക്ക് ദൈവത്തെക്കാൾ പ്രധാനപ്പെട്ടത് അവരുടെ മക്കളാണ്. ചില ആളുകൾക്ക് ചില വ്യക്തികളാണ്, വസ്തുക്കളാണ്. ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന സാഹചര്യം ലോകത്തിലുണ്ടാകുന്നു. ചില മക്കൾ പറയുന്നു ദൈവമില്ല എന്ന് പറയുന്നു. അപ്പോൾ ദൈവനിഷേധമെന്ന് പറയുന്ന പാപത്തിന് പരിഹാരം, ഈ അന്ധവിശ്വാസം, അബദ്ധധാരണകൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ചില ആളുകൾ കുഴിച്ചിട്ടത് എടുക്കാൻ നടക്കുന്നു. അതൊരു തരത്തിൽ ദൈവനിഷേധമാണ്. കാരണം എന്നെ രക്ഷിക്കാൻ കർത്താവ് ഈശോ മിശിഹ കുരിശിൽ മരിച്ചിട്ടുണ്ട്. ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിക്കും ഒരു വസ്തുവിനും എന്നെ നശിപ്പിക്കാൻ പറ്റുകയില്ല എന്ന ബോധ്യത്തെയാണ് നിഷേധിക്കുന്നത്. ചില ആളുകൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഇപ്പോൾ താമസിക്കുന്ന വീടും സ്ഥലവും വിറ്റിട്ട് വേറെ വീടും സ്ഥലവും അന്വേഷിച്ച് നടക്കുന്നു.
ചില ആളുകൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടി വീടിൻ്റെ കണക്ക് മാറ്റി പണിയുന്നു, കൂട്ടിപ്പണിയുന്നു, പൊളിച്ചു പണിയുന്നു. രക്ഷ പ്രാപിക്കാൻ വേണ്ടി, നിനക്ക് രക്ഷ പ്രാപിക്കാൻ വേണ്ടി ആകാശത്തിന് കീഴെ ഈ ഭൂമിയിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി യേശുനാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് നിനക്കറിയാമെങ്കിലും നീ രക്ഷ പ്രാപിക്കാൻ വേണ്ടി മറ്റു വഴികൾ അന്വേഷിക്കുന്നതിനെയാണ് ദൈവനിഷേധമെന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി രണ്ടാം പ്രമാണത്തിൻ്റെ ലംഘനം. എന്താണ് രണ്ടാം പ്രമാണം? കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. ചില ആളുകൾ ദൈവ ശുശ്രൂഷകൾ സ്വന്തം ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ചില ആളുകൾ പറയുന്നു പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പള്ളിയിൽ പോയിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം ഒരു യുവാവ് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്ക് വലിയൊരു തെറ്റുപറ്റി. എന്താണത്? ഞാൻ എൻ്റെ മാതാപിതാക്കൾ പള്ളിയിൽ പോകുമ്പോൾ അവരെ പരിഹസിക്കുമായിരുന്നു. നിങ്ങൾ ഈ പള്ളിയിൽ പോയിട്ട് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പള്ളിയിൽ പോയി കിടക്കുന്നതെന്ന് ചോദിക്കുമായിരുന്നു. എൻ്റെ തന്നെ ഒരു സുഹൃത്ത് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിയോഗമൊക്കെ എഴുതി കെട്ടിയിടണം എന്നൊക്കെ വിചാരിച്ച് അവൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇതൊക്കെ വെറുതെ കളിപ്പീരാണ്, തട്ടിപ്പാണ്, പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, പള്ളിയിലൊന്നും പോയിട്ട് കാര്യമില്ല, ദൈവം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോയ എൻ്റെ സുഹൃത്തിനെ ഞാൻ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവദൂഷണത്തിൻ്റെ പല മേഖലകളാണ്. ക്രിസ്ത്യാനിയാണെന്ന് ഏറ്റുപറയാനായിട്ട് മടി, ദൈവ ശുശ്രൂഷകളെ തട്ടിപ്പാണെന്ന് ഒക്കെ പറഞ്ഞു നടക്കുന്ന ഒരു ശീലമുണ്ട്. ഇത് രണ്ടാം പ്രമാണത്തിൻ്റെ ലംഘനമാണ്, ദൈവദൂഷണത്തിൻ്റെ മേഖലയാണ്. മൂന്നാമതായി കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന് പറയുന്ന മൂന്നാം കൽപ്പനയുടെ മൂന്നാം പ്രമാണത്തിൻ്റെ ലംഘനത്തിന് പരിഹാരമായി നമുക്കറിയാം വിശുദ്ധമായ ദിവസങ്ങൾ എങ്ങനെയാണ് മനുഷ്യൻ അശുദ്ധമായി ആചരിക്കുന്നതെന്ന്. ആളുകൾ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന ദിവസങ്ങളായി ഞായറാഴ്ചയും ക്രിസ്തുമസും ഈസ്റ്ററും പള്ളിപ്പെരുന്നാളുമൊക്കെ മാറുകയാണ്. കുടുംബത്തിൽ മദ്യസൽക്കാരം നടക്കുന്ന ദിവസങ്ങളായി കുർബാന സ്വീകരണത്തിൻ്റെ ദിവസങ്ങളും മാമോദീസയുടെ ദിവസങ്ങളും വിവാഹത്തിൻ്റെ ദിവസങ്ങൾ മാറുകയാണ്. അപ്പോൾ വിശുദ്ധമായ ദിവസങ്ങളെ അശുദ്ധമായി ആചരിക്കുന്ന മനോഭാവം, ഈ മൂന്ന് പാപങ്ങൾക്ക് പരിഹാരമായി ഈശോ വിശുദ്ധ പത്രോസിൻ്റെ സിസ്റ്റർ മേരി എന്ന് പറയുന്ന ഈ കർമ്മലീത്ത സന്യാസിനിക്ക്, OCD സഭയിലെ അംഗമായ ഈ സിസ്റ്ററിന് ഈശോ വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മാർച്ച് മാസം 16-ാം തീയതി 1844 മാർച്ച് മാസം 14-ാം തീയതി ഈശോ ഈ സിസ്റ്ററിനോട് പറഞ്ഞു, ദൈവദൂഷണത്തിന് പ്രാശ്ചിത്തമായി ദൈവനാമം സുസ്ഥിർഹമാണെന്ന് ഒരിക്കലെങ്കിലും പറയുന്നതിലൂടെ നീ വലിയ യോഗ്യത നേടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ തിരുമുഖ ഭക്തി അഭ്യസിക്കേണ്ടത്? തിരുമുഖത്തിൻ്റെ ഫോട്ടോ സൂക്ഷിച്ചുകൊണ്ട് മാത്രമല്ല, യേശുനാമം വിളിച്ചുകൊണ്ടാണ് തിരുമുഖ ഭക്തി അഭ്യസിക്കേണ്ടത്. അതുകൊണ്ടാണ് അച്ഛൻ ആദ്യം പറഞ്ഞത് യേശുനാമ ഭക്തിയുടെ തുടർച്ചയാണ് തിരുമുഖ ഭക്തി എന്ന് പറയുന്നത്. കാരണം യേശുനാമം സുസ്ഥിർഹമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈശോയുടെ തിരുമുഖത്തെ നമ്മൾ പിതാവിന് സമർപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. കാരണം എന്താണ്? നമ്മൾ ഒരാളുടെ പേര് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ അയാളുടെ മുഖമാണുണ്ടാകുന്നത്, അല്ലേ? നമ്മൾ ഒരാളുടെ പേര് പറയുന്നു, അച്ഛൻ്റെ അമ്മിച്ചി അച്ഛൻ്റെ പേര് വിളിക്കുന്നു, റാപ്സൻ മോനെ എന്ന് വിളിക്കുന്നു. അമ്മിച്ചിയുടെ മനസ്സിൽ ആരുടെ മുഖമായിരിക്കും? അച്ഛൻ്റെ മുഖമായിരിക്കും, അല്ലേ? അച്ഛൻ്റെ തൊട്ടുമൂത്ത ബ്രദറും അച്ഛനാണ്, ഫ്രാൻസൻ എന്നാണ് അച്ഛൻ്റെ പേര്. ഫ്രാൻസൻ മോനെ എന്ന് വിളിക്കുമ്പോൾ അമ്മിച്ചിയുടെ മനസ്സിൽ ആരുടെ മുഖമാണ്? ചേട്ടൻ്റെ മുഖമാണ്, ഫ്രാൻസൻ അച്ഛൻ്റെ മുഖമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളുടെ ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോൾ അയാളുടെ മുഖമുണ്ട്. അച്ഛൻ്റെ ചോദ്യം ഇതാണ്, നീ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നിന്റെ മനസ്സിൽ ഈശോയുടെ മുഖമുണ്ടോ?
ഓരോ പ്രാവശ്യവും ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നിന്റെ മനസ്സിൽ ഈശോയുടെ മുഖമുണ്ടെങ്കിൽ നിന്റെ ആത്മാവിൽ ഈശോയുടെ മുഖം തെളിഞ്ഞു തെളിഞ്ഞു വരും. കയ്യടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഗോൾഡൻ ആരോ പ്രയർ ഈശോ ഈ സിസ്റ്ററിന് പറഞ്ഞു കൊടുത്തതാണ്. സുവർണ ശരത്തിന്റെ പ്രാർത്ഥന. ഈശോയുടെ തിരുമുഖ ഭക്തിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഗോൾഡൻ ആരോ പ്രയർ, സുവർണ ശരത്തിൻ്റെ പ്രാർത്ഥന. അതിങ്ങനെയാണ്: ഏറ്റവും പരിശുദ്ധവും ഏറ്റവും നിർമ്മലവും ഏറ്റവും ആരാധ്യവും ഏറ്റവും അഗ്രാഹ്യവും അവാജ്യവുമായ ദൈവത്തിൻ്റെ നാമം എന്നേക്കും സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളിലും അൾത്താരയിലെ പരിശുദ്ധ കൂദാശയിലെ ഈശോയുടെ തിരുഹൃദയത്തിലും സ്തുതിക്കപ്പെടട്ടെ, വാഴ്ത്തപ്പെടട്ടെ, സ്നേഹിക്കപ്പെടട്ടെ, ആരാധിക്കപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. ഉച്ചത്തിൽ വിളിക്കാം: ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവർ, അതായത് ഈശോയുടെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുന്നതിലൂടെ നമ്മൾ ഈശോയുടെ തിരുമുഖത്തെ വണങ്ങുകയാണ്. നമ്മൾ ഈശോയുമായി ആഴത്തിലുള്ളൊരു ബന്ധത്തിലേക്ക് വളരുകയാണ് എന്ന് ഈശോ തന്നെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സിസ്റ്ററിൻ്റെ പഠനങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ലിയോ 13 മാർപ്പാപ്പ 1885 തിരുമുഖ ഭക്തിയെ ഒരു ആർച്ച് കോൺഫ്രറ്റേണിറ്റിയായി തിരുസഭയിൽ അംഗീകരിച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ലിയോ 14 മാർപ്പാപ്പ വിളക്കന്നൂരിലെ തിരുമുഖ അത്ഭുതത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വാഴ്ത്തപ്പെട്ട സിസ്റ്ററിനെ കൂടി അച്ഛൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അത് വാഴ്ത്തപ്പെട്ട മരിയ പിയേറിന എന്ന് പറയുന്ന ഒരു സിസ്റ്ററാണ്. ഈ സിസ്റ്ററിലൂടെ വീണ്ടും ഈശോ തിരുമുഖ ഭക്തി തിരുസഭയിൽ ആഘോഷിക്കപ്പെടണമെന്ന് വാഴ്ത്തപ്പെട്ട മരിയ പിയേറിനയിലൂടെയാണ് ഈശോ തിരുസഭയിൽ നമ്മോട് ആവശ്യപ്പെട്ടത്. ഹല്ലേലൂയ. ആ വെളിപാടിൻ്റെ പശ്ചാത്തലത്തിലാണ് എല്ലാ വർഷവും ആഷ് വെനസ്ഡേയുടെ തലേ ദിവസമായ ചൊവ്വാഴ്ച തിരുസഭയിൽ തിരുമുഖത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഈശോയുടെ തിരുമുഖത്തിലുള്ള ആ ചോരയുടെയും ആ വിയർപ്പിൻ്റെയും ആ ചെളിയുടെയും ആ തുപ്പലിൻ്റെയും ആ നിന്ദകളുടെയും അപമാനത്തിൻ്റെയും വേദനകളെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ വലിയ നൊയമ്പിലേക്ക് പ്രവേശിക്കേണ്ടതെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ തിരുമുഖത്തെ നമ്മൾ ഇങ്ങനെ വണങ്ങുമ്പോൾ നമുക്ക് എന്ത് ലാഭം കിട്ടും എന്ന് ഈശോ സിസ്റ്റർ മേരിക്ക് പറഞ്ഞു കൊടുത്തു. ഒന്നാമതായി ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്: പരിഹാരത്തിൻ്റെ അരൂപിയോടുകൂടെ എൻ്റെ തിരുമുഖത്തെ വണങ്ങുന്നവർ വിശുദ്ധയായ വെറോനിക്കായുടെ പ്രവൃത്തിയായിരിക്കും ചെയ്യുന്നത്. എന്താണ് വെറോനിക്ക ചെയ്ത പ്രവൃത്തി? ഈശോയുടെ മുഖത്തുണ്ടായിരുന്ന ചോരയും വിയർപ്പും ചെളിയും തുപ്പലും അവൾ തൻ്റെ തുവാലയിൽ ഒപ്പിയെടുത്തതുപോലെ ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിച്ചുകൊണ്ട് ആ തിരുമുഖത്തെ നോക്കിക്കൊണ്ട് ഈശോയുടെ തിരുനാമം വാഴ്ത്തപ്പെട്ടതാകുന്നു എന്ന് പറയുന്നവർ ഈശോയുടെ തിരുമുഖത്തിൽ നിന്ന് അവൻ്റെ ആ ചോരയും വിയർപ്പും വേദനകളും ഒപ്പിയെടുക്കുകയായിരിക്കും ചെയ്യുന്നത്. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവദൂഷകരാൽ വിരൂപമാക്കപ്പെട്ട ഈശോയുടെ മുഖം നമ്മൾ എത്രമാത്രം കെയർ ചെയ്യുന്നുവോ അത്രമാത്രം ഈശോ നമ്മുടെ ആത്മാവിനെയും പരിപാലിക്കും. ഹല്ലേലൂയ. നമ്മൾ ഈശോയുടെ മുഖം തുടച്ചാൽ ഈശോ നമ്മുടെ മുഖം തുടക്കുമെന്ന് സാരം. നമ്മൾ ഈശോയുടെ മുഖത്തെ കെയർ ചെയ്താൽ ഈശോ നമ്മുടെ മുഖം
കെയർ ചെയ്യും എന്ന് അർത്ഥം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തതായി ഈശോ പറഞ്ഞു, ദൈവത്വത്തിൻ്റെ മുദ്രയായ എൻ്റെ മുഖത്തിന് ആത്മാക്കളിൽ ദൈവത്തിൻ്റെ ഛായ വീണ്ടും കൊണ്ടുവരുവാനുള്ള കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ തിരുമുഖം ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ് ആണ്. നമ്മൾ ഓരോരുത്തരും ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. പക്ഷേ പാപം ചെയ്ത മനുഷ്യന് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും നഷ്ടമായി. ഈ നഷ്ടമായ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും ഇനി എങ്ങനെ തിരികെ കിട്ടും? ഈശോ ഒരു വഴി പറഞ്ഞു തരികയാണ്. നമ്മൾ ഈ തിരുമുഖ ഭക്തി അഭ്യസിക്കുന്നത് വഴി നമുക്ക് നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും തിരികെ ലഭിക്കുമെന്ന് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ, കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം ഈശോയുടെ മുഖം നോക്കിയിരിക്കുന്നവർക്ക് എന്ത് ലഭിക്കുമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം വലതുകരം ഉയർത്തി വീശിക്കൊണ്ടത് ഏറ്റു പറയാം. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ മുഖം നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ മുഖവും ഈശോയുടെ മുഖം പോലെ ആയിത്തീരും. നമുക്കൊരു രൂപാന്തരീകരണം സംഭവിക്കും. ഹല്ലേലൂയ. അടുത്തതായി ഈശോ പറഞ്ഞു, വാക്കുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും എഴുത്തുകൊണ്ടും ഈ പരിഹാര പ്രവർത്തികൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്ക് വേണ്ടി എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും നിലകൊള്ളുകയും എൻ്റെ രാജ്യം അവർക്ക് നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതായത് ആരൊക്കെ ഈ ആദ്യത്തെ 3 കൽപ്പനകളുടെ ലംഘനത്തിന് പരിഹാരമായി ഈശോയുടെ തിരുമുഖ ഭക്തിയെ പ്രചരിപ്പിക്കുന്നുവോ അവർക്കു വേണ്ടി ഈശോ നിലകൊള്ളും എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ, നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നിലകൊണ്ടാൽ ഈശോ നമുക്ക് വേണ്ടി നിലകൊള്ളും. ഹല്ലേലൂയ. ഈശോ അത് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറഞ്ഞു, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്നെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന് വേണ്ടി കൈ ഉയർത്തിയാൽ കർത്താവ് നമുക്ക് വേണ്ടി കരമുയർത്തും. നമ്മൾ കർത്താവിന് വേണ്ടി സ്വരമുയർത്തിയാൽ കർത്താവ് നമുക്ക് വേണ്ടി സ്വരമുയർത്തും. നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ മുട്ടുമടക്കിയാൽ ലോകത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കേണ്ടി വരില്ല. നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് കിടന്നാൽ ലോകത്തിൻ്റെ മുൻപിൽ നമുക്ക് നെഞ്ചു വിരിച്ച് നിൽക്കാൻ സാധിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ലോകത്തിന് നേരെ നിൽക്കാൻ പറ്റാത്തത്, പല മനുഷ്യർക്കും നേരെ നിൽക്കാൻ പറ്റാത്തത് അവർ കർത്താവിൻ്റെ മുൻപിൽ മുട്ടുമടക്കാത്തത് കൊണ്ടും ശിരസ് നമിക്കാത്തത് കൊണ്ടുമാണ്. ദൈവത്തിൻ്റെ മുൻപിൽ ശിരസ് നമിക്കാത്തവർക്ക് ലോകത്തിൻ്റെ മുൻപിൽ നേരെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മുൻപിൽ ശിരസ് നമിക്കുന്നവർക്ക് ലോകത്തിൻ്റെ മുൻപിൽ ശിരസ് നമിക്കേണ്ടി വരികയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 5-ാമതായി ഈശോ പറഞ്ഞു, എൻ്റെ തിരുമുഖം നിത്യനായ പിതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്നും നിഷേധിക്കപ്പെടുകയില്ല. ഈശോയുടെ തിരുമുഖം പിതാവിന് സമർപ്പിച്ച്, പിതാവായ ദൈവമേ, ചോരയിലും വിയർപ്പിലും ചെളിയിലും
തുപ്പലിലും വികൃതമാക്കപ്പെട്ട ഈശോയുടെ തിരുമുഖത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ച് അങ്ങയെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് ഈശോ പറയുകയാണ്, അവർക്കൊന്നും നിഷേധിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മാത്രമല്ല, തിരുമുഖം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി അനേകം പാപികളുടെ മാനസാന്തരം നേടാൻ സാധിക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞ ഏഴാമത്തെ കാര്യം ഇതാണ്: തിരുമുഖ ഭക്തി വഴി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എട്ടാമതായി, തിരുമുഖ ഭക്തി ദൈവക്രോധത്തെ ശമിപ്പിക്കും. ഒൻപതാമതായി, തിരുമുഖം ഭക്തി വഴി പാപികളുടെ മേൽ ദൈവത്തിൻ്റെ കരുണ കൊണ്ടുവരാൻ സാധിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ വീണ്ടും പറഞ്ഞു, രാജാവിൻ്റെ മുഖചിത്രം പതിപ്പിച്ചിരിക്കുന്ന കറൻസി കൊണ്ട് ആ രാജ്യത്തിലെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നത് പോലെ എൻ്റെ തിരുമുഖമാകുന്ന വിശിഷ്ടമായ നാണയം കൊണ്ട് സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് എല്ലാം സ്വന്തമാക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിലെ കറൻസിയിൽ ആരുടെ മുഖമാണുള്ളത്? ഗാന്ധിജിയുടെ മുഖമാണുള്ളത്. ആ ഗാന്ധിജിയുടെ മുഖമുള്ള കറൻസി കൊടുത്തിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത്, അല്ലേ? സ്വർഗരാജ്യത്തിൽ നിനക്ക് കൃപകൾ വാങ്ങിക്കാൻ നീ ആരുടെ മുഖം കൊടുക്കണം? ഈശോയുടെ മുഖം കൊടുക്കണം. ഈശോ പറയാണ്, എൻ്റെ തിരുമുഖമാകുന്ന വിശിഷ്ടമായ നാണയം കൊണ്ട് സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്കെല്ലാം സ്വന്തമാക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. 11-ാമതായി ഈശോ പറഞ്ഞു, ഈ ഭൂമിയിൽ എൻ്റെ മുറിവേറ്റ മുഖത്തെ ധ്യാനിക്കുന്നവർക്ക് സ്വർഗത്തിൽ എൻ്റെ മഹത്വത്തിൽ പ്രകാശിക്കുന്ന മുഖം കാണാൻ കഴിയും. നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രകാശിക്കുന്ന ഈശോയുടെ മുഖം കാണണമെങ്കിൽ ഈ ഭൂമിയിൽ വേദനിക്കുന്ന ഈശോയുടെ മുഖത്തെ ധ്യാനിക്കണം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, തിരുവോസ്തിയിൽ തെളിഞ്ഞ തിരുമുഖം ക്രൂശിതനായ യേശുവിൻ്റെ തിരുമുഖമാണ്. തിരുവോസ്തിയിൽ തെളിഞ്ഞ തിരുമുഖം ബന്ധിതനായ ഈശോയുടെ തിരുമുഖമാണ്. തിരുവോസ്തിയിൽ തെളിഞ്ഞ ഈശോയുടെ തിരുമുഖം എന്ന് പറയുന്നത് നിന്ദിക്കപ്പെട്ട തിരുമുഖമാണ്, മുൾമുടി ചൂടിയ തിരുമുഖമാണ്, മണ്ണിൽ പതിഞ്ഞ തിരുമുഖമാണ്. ആ തിരുമുഖമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ പതിയേണ്ട തിരുമുഖം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈശോ വീണ്ടും പറഞ്ഞു, എൻ്റെ തിരുമുഖത്തെ സ്നേഹിക്കുന്നവർ എൻ്റെ ദൈവത്വത്തിൻ്റെ നിരന്തരമായ കിരണങ്ങൾ അവരുടെ ആത്മാവിൽ സ്വീകരിക്കും. ഹല്ലേലൂയ. ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സങ്കീർത്തനങ്ങൾ 34:5 വായിച്ചതുപോലെ അവിടുത്തെ മുഖം നോക്കിയവർ പ്രകാശിതരായി. ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ തിരുമുഖത്തിൽ നിന്നുള്ള കിരണങ്ങൾ നമ്മുടെ ആത്മാവിൽ വന്ന് പതിക്കപ്പെടും. 13-ാമതായി ഈശോ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ രീതിയിൽ അവർ പ്രകാശിപ്പിക്കപ്പെടും. ഈശോയുടെ തിരുമുഖം ധ്യാനിക്കുന്നവർ സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ രീതിയിൽ അവർ ഷൈൻ വിത്ത് സ്പെഷ്യൽ സ്പ്ലെൻഡർ എന്നാണ് ഈശോ പറഞ്ഞത്. അവസാനമായി ഈശോ പറഞ്ഞു, അവസാനം വരെ ഞാൻ അവർക്ക് വേണ്ടി നിലകൊള്ളുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഈശോ വിശുദ്ധ പത്രോസിൻ്റെ സിസ്റ്റർ മേരി എന്ന് പറയുന്ന നിഷ്പാതുക കർമ്മലീത്ത സഭയിലെ മിണ്ടാമഠത്തിലെ സന്യാസിനിക്ക് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളെ ഒരു 14 ഡിവൈഡ് ചെയ്ത് നിങ്ങളോട് പറഞ്ഞു എന്നേയുള്ളൂ. കർത്താവ് തിരുമുഖ ഭക്തി വഴി വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഈശോ തൻ്റെ തിരുഹൃദയത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയത് എന്തിനാണ്?
ഈശോ തൻ്റെ തിരുഹൃദയത്തെ വെളിപ്പെടുത്തിയത് ഈശോ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ചോദ്യം, ഈശോ തൻ്റെ തിരുമുഖത്തെ തിരുവോസ്തിയിൽ വെളിപ്പെടുത്തിയത് എന്തിനാണ്? നമ്മുടെ പാപങ്ങളെ ഓർത്ത് ഈശോയുടെ ആത്മാവിൽ ഈശോ അനുഭവിക്കുന്ന അത്യഗാധമായ വേദന, ഈശോയുടെ മനസ്സിലുള്ള, ഈശോയുടെ ശരീരത്തിലുള്ള അവർണ്ണനീയമായ സഹനം, അത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഈശോ തിരുവോസ്തിയിൽ തൻ്റെ തിരുമുഖത്തെ വെളിപ്പെടുത്തിയത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. അതുകൊണ്ട് ഈ തിരുമുഖത്തെ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മുടെ പാപങ്ങളിൽ ഓർത്ത് അനുതപിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നത്, നമ്മുടെ സ്നേഹത്തിനു വേണ്ടി ഈശോയുടെ തിരുമുഖം ദാഹിക്കുകയാണ്. യൂദാസിൻ്റെ ചുംബനത്തിന് പരിഹാരമായി, യൂദാസിൻ്റെ വഞ്ചന നിറഞ്ഞ ചുംബനത്തിന് പരിഹാരമായി ഈശോ നമ്മോട് പറയുകയാണ്, നീ നിർമ്മലമായ സ്നേഹത്തോടുകൂടെ എൻ്റെ തിരുമുഖത്തിൽ ഒരു ചുംബനം തരുമോ എന്ന്. ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ട മരിയ പിയറിനയോട് അവളുടെ 12-ാം വയസ്സിൽ ഈശോ പറഞ്ഞതാണ്, യൂദാസിൻ്റെ വഞ്ചന നിറഞ്ഞ ചുംബനത്തിന് പരിഹാരമായി നീ എനിക്ക് എൻ്റെ ചുണ്ടിലൊരു ചുംബനം തരണമെന്ന്. അവൾ ഈശോയുടെ ആ രൂപത്തിൽ, പീഡകൾ സഹിക്കുന്ന ഈശോയുടെ രൂപത്തിൽ ചെന്ന് ഈശോയുടെ മുഖത്ത്, ഈശോയുടെ ചുണ്ടുകളിൽ ഒരു ചുംബനം കൊടുത്തപ്പോൾ അവൾ പിന്നീട് എഴുതുകയാണ്, അവൻ്റെ ആ മുഖം യഥാർത്ഥത്തിൽ ജീവിക്കുന്നവൻ്റെ മാംസളമായ മുഖം പോലെ എനിക്ക് അനുഭവപ്പെട്ടുവെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തിരുമുഖ ധ്യാനം വഴി ആത്മാക്കൾ, ഈശോ തന്നെ പറയുകയാണ്, എൻ്റെ തിരുമുഖ ധ്യാനം വഴി ആത്മാക്കൾ എൻ്റെ സഹനത്തിൽ പങ്കുചേരുകയും എന്നെ സ്നേഹിക്കേണ്ടതിൻ്റെയും പരിഹാരം ചെയ്യേണ്ടതിൻ്റെയും ആവശ്യം മനസ്സിലാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ, പരിഹാരം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കും. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ ധ്യാന കേന്ദ്രത്തിൽ ഈശോയുടെ ഈ തിരുമുഖമുണ്ട്. കുരിശടിയിൽ നിന്ന് മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ജനങ്ങൾ ഈശോയുടെ തിരുമുഖത്തെ നോക്കിയിട്ടാണ് പരിഹാര പ്രവൃത്തി ചെയ്യുന്നത്. അതുപോലെ കൈകെട്ടി നിൽക്കുന്ന ഈശോയുടെ രൂപമുണ്ട്. നിന്ദിക്കപ്പെട്ട് നിൽക്കുന്ന ഈശോയുടെ രൂപത്തെ നോക്കിയിട്ടാണ് പരിഹാരം ചെയ്യുന്നത്. അങ്ങനെ പരിഹാരം ചെയ്യുന്നത് വഴി ആത്മാക്കൾ എൻ്റെ സഹനത്തിൽ പങ്കുചേരുകയും എന്നെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ ഈശോയുടെ ഈ സഹിക്കുന്ന ഈശോയുടെ മുഖം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, ഈശോ തൻ്റെ മനുഷ്യ ശരീരത്തിൽ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്ക് ഉറച്ച ബോധ്യം കിട്ടി. ആ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ അവൾ ഒരു തീരുമാനമെടുത്തു, ഞാൻ ഇനി ഒരിക്കലും ഒരു ചെറിയ പാപം മൂലം പോലും ഈശോയെ വേദനിപ്പിക്കുകയില്ല. ഹല്ലേലൂയ. ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിക്കുന്നവര് എടുക്കേണ്ട ഒരു ഉടമ്പടിയാണ്, എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഒരു ചെറിയ പാപം കൊണ്ട് പോലും ഞാൻ ഇനി ഈശോയെ വേദനിപ്പിക്കുകയില്ല. കാരണം എന്നെ അവൻ എത്രമാത്രം സ്നേഹിക്കുന്നു. എന്നോടുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് അവൻ്റെ തിരുമുഖത്തിലെ മുറിപ്പാടുകൾ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റുപറയാം,
ഓ എൻ്റെ മാധുര്യമുള്ള ഈശോയേ, ഓ എൻ്റെ മാധുര്യമുള്ള ഈശോയെ, അങ്ങയുടെ തിരുമുഖത്തു നിന്ന് പുറപ്പെടുന്ന വെളിച്ചം അങ്ങയുടെ തിരുമുഖത്തു നിന്ന് പുറപ്പെടുന്ന വെളിച്ചം അജ്ഞതയുടെയും അജ്ഞതയുടെയും അപരാധങ്ങളുടെയും അപരാധങ്ങളുടെയും അന്ധകാരമകറ്റുകയും അന്ധകാരമകറ്റുകയും വിശുദ്ധിയുടെ വിശുദ്ധിയുടെ വെളിച്ചമായി വെളിച്ചമായി നിൽക്കുകയും ചെയ്യട്ടെ. നിൽക്കുകയും ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തുടർന്നു വരുന്ന ദിവ്യകാരുണ്യ ആരാധന തിരുമുഖത്തെ ധ്യാനിച്ചുകൊണ്ടുള്ള ആരാധനയാണ്. തിരുമുഖത്തിൽ നിന്ന് ഈശോയുടെ ആ തിരുമുഖത്തിൻ്റെ അഭിഷേകം നമുക്കിന്ന് സ്വന്തമാക്കാൻ കഴിയുമ്പോൾ ഈ രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയായി മാറും, അഭിഷേകത്തിൻ്റെ രാത്രിയായി മാറും, അടയാളങ്ങളുടെ രാത്രിയായി മാറും. ഉറച്ച് വിശ്വസിക്കുക, കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്യാൻ പോകുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ കേട്ട ചിന്തകൾ, ഈശോയുടെ തിരുമുഖത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ച വചനങ്ങൾ, ഈശോ വിശുദ്ധ പത്രോസിൻ്റെ സിസ്റ്റർ മേരിക്ക് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ, ഈശോ വാഴ്ത്തപ്പെട്ട മരിയ പിയറിനേക്ക് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ എല്ലാം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കർത്താവേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്ലെസ്സഡ് ബി ദ ഹോളി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ.